ഞാൻ 2001 നിയമസഭയിൽ വരുന്നത്. ആദ്യത്തെ 2 ആഴ്ചക്കാലം കൃത്യമായത് നിരീക്ഷിച്ചു. അപ്പോൾ എനിക്ക് അന്നൊരു ബോധ്യം വന്നു. 2 കാര്യങ്ങളാണ് നിയമസഭയിൽ നടക്കുന്നത്. ഒന്ന് കോൺസ്റ്റിറ്റ്യൂഷണൽ ബിസിനസ്സാണ്. കോൺസ്റ്റിറ്റ്യൂഷണൽ ഒബ്ലിഗേഷൻസ്, ഭരണഘടനാപരമായ ബാധ്യതകൾ തീർക്കാൻ വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളാണ് ഒന്ന്. അപ്പോൾ ഭരണഘടനയെക്കുറിച്ചൊക്കെ ഏകദേശം ഒരു ഗ്രാഹ്യം നമുക്ക് വേണം. അപ്പോൾ ഐ എം എ ലോയർ ബൈ പ്രൊഫഷൻ. കുറച്ചൊക്കെ അറിയാം, കുറച്ച് എന്ന് ഞാൻ പറയുള്ളൂ. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് കുറച്ചേ അറിയുള്ളൂ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ബിസിനസ്സാണ്. സാമ്പത്തികമായ കാര്യങ്ങളിൽ അലോക്കേഷൻ, ബജറ്റ്, പൈസ അലോക്കേഷൻ, അതിൻ്റെ അപ്രോപ്രിയേഷൻ, ഡിമാൻഡ്സ്, ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ ആദ്യത്തെ കാര്യത്തിൽ ഏകദേശം ഒരു ഐഡിയ ഉണ്ട്, ഏകദേശം. രണ്ടാമത്തെ കാര്യത്തിൽ ഒരു വിവരമില്ല. എക്കണോമിക്സ് ഞാൻ പഠിച്ചിട്ടുമില്ല, ഒരിക്കലും പഠിച്ചിട്ടില്ല. എനിക്ക് ടാക്സ് എന്താണെന്നുള്ളതിൻ്റെ ABCD അറിയാൻ പാടില്ല. പക്ഷേ എനിക്കന്ന് തോന്നി, നിയമസഭാ സാമാജികനാകണമെങ്കിൽ സാമ്പത്തിക കാര്യങ്ങൾ പഠിക്കണം, നികുതി പരിപാടി പഠിക്കണം, ബജറ്റിലെ കാര്യങ്ങൾ പഠിക്കണം, സാമ്പത്തിക കാര്യങ്ങൾ പഠിക്കണം തോന്നി. നമ്മുടെ ഭരണഘടനയാണ് നിയമസഭയെ സൃഷ്ടിച്ചിരിക്കുന്നത്. ആ നിയമസഭയിലെ അധികാര കേന്ദ്രങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നത്, മുഖ്യമന്ത്രിയെ, സ്പീക്കറെ, മന്ത്രിമാരെ എല്ലാം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഭരണഘടനയാണ്. അപ്പോൾ എപ്പോഴും നമുക്ക് ഒരു നിയമസഭാംഗം എന്നുള്ള നിലയിൽ ഭരണഘടന നമ്മുടെ അടുത്തിരിക്കുന്നത് ഏറ്റവും നല്ലതാണ്. നിയമസഭയ്ക്കകത്ത് ഭരണഘടനയുടെ ഒരു ചെറിയ പുസ്തകം. രണ്ടാമത് ഞാൻ നിർദ്ദേശിക്കുന്നത് ഈ റൂൾസ് ഓഫ് പ്രൊസീജിയർ, അത് നമ്മുടെ കയ്യിൽ എല്ലാ ദിവസവും വേണം. ഏതെങ്കിലും ഒരു അംഗം ഒരു റൂള് കോട്ട് ചെയ്യണ സമയത്ത് നമ്മൾ വെറുതെ എടുത്തൊന്ന് മറിച്ച് നോക്കി ആ റൂൾ ഏതാണ്, ആ റൂൾ എന്താണ് പറയുന്നത് എന്ന് നോക്കണം. ഞങ്ങളെല്ലാം ഇത് നിരന്തരമായി ഇങ്ങനെ നോക്കുമായിരുന്നു. അങ്ങനെയാണ് നമുക്ക് റൂൾസ് നമുക്ക് ബൈഹാർട്ടാവുന്നത്. നിയമസഭയിൽ സീനിയറായിട്ടുള്ള അംഗങ്ങളും ജൂനിയറായിട്ടുള്ള അംഗങ്ങളും എല്ലാം ഓരോ കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ അതെന്താണ്, റൂൾസിൽ അത് ഏത് പ്രൊവിഷനാണ് ഉള്ളത്, കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻ എന്താണ്. ഇപ്പോൾ ഒരു ബജറ്റ് കൊണ്ടുവരുമ്പോൾ, ബജറ്റ് എന്നുള്ള വാക്ക് പോലും നമ്മുടെ ഭരണഘടനയിലില്ല, അല്ലേ? ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് എന്നാണ് ഭരണഘടനയിൽ പറയുന്നത്. ബജറ്റ് എന്നുള്ള വാക്കില്ല. അപ്പോൾ എന്താണ് ബജറ്റ് അവതരിപ്പിക്കാനുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻ എന്താണ്? ഇങ്ങനെ ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തെക്കുറിച്ചുള്ള എല്ലാ സമയത്തും നമ്മളൊരു നിയമസഭാംഗം എന്നുള്ള നിലയിൽ കൗതുകത്തോടു കൂടി നമ്മൾ നടത്തുന്ന അന്വേഷണമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മൂന്നാമത് എനിക്ക് തോന്നുന്നത്, നമ്മളെ ശക്തിപ്പെടുത്താൻ എങ്ങനെയാണ് ഒരു വിഷയത്തിൽ നമുക്ക് ഒരു വിഷയം അവതരിപ്പിക്കേണ്ടത്. നമ്മൾ കൊണ്ടുവരുന്ന ഒരു ആംഗിൾ, ഒരു അപ്രോച്ച്, അതിന് വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതി വേറൊരാളത് അവതരിപ്പിക്കുകയാണ്. ഇത് ഈ നിയമം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, ഇത് ഇംപ്ലിമെൻ്റ് ചെയ്ത് കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ടുകൾ, ഇതിൻ്റെ പ്രയാസങ്ങൾ മറ്റൊരാൾ അവതരിപ്പിക്കുകയാണ്. അപ്പോൾ കേരളത്തിലെ സാധാരണക്കാരുടെ ഇടയിൽ നിന്ന് വരുന്ന നമ്മളെല്ലാവരും, അവർ നമ്മളോട് പറഞ്ഞ കാര്യങ്ങൾ, അവർ നമ്മളോട് സംസാരിച്ച കാര്യങ്ങൾ, അതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് ഇപ്പോൾ ഒരു കശുവണ്ടി തൊഴിലാളി ആയിട്ട് ബന്ധപ്പെട്ടൊരു നിയമം വരികയാണ്. ആ നിയമത്തിൻ്റെ ചർച്ചയിൽ നമ്മൾ എന്താകണം? നമ്മളൊരു കശുവണ്ടി തൊഴിലാളിയായി ഏത് ടാർഗറ്റ് ഗ്രൂപ്പിന് വേണ്ടിയിട്ടാണ് ആ നിയമനിർമ്മാണം നടത്തുന്നത്, ആ ടാർഗറ്റ് ഗ്രൂപ്പിൽപ്പെട്ട ഒരാളാണെന്ന് നോക്കണം. എനിക്ക് ഓർമ്മയുണ്ട്, ഒരു ക്ഷീര കർഷകരുടെ ക്ഷേമനിധി ബില്ല് നിയമസഭയിൽ വരാം. അപ്പോൾ എനിക്കൊന്ന് ആരോ എനിക്കത് തന്നു, ആ ബില്ലിൽ എനിക്ക് നടക്കുന്നുണ്ടായിരുന്നു തന്നെ. അപ്പോൾ ഞാൻ ഇവരുടെ എല്ലാം പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഏറ്റവും നന്നായിട്ട് അത് അവതരിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചു. അപ്പോൾ ക്ഷീര കർഷകരുടെ ക്ഷേമനിധി ഭയങ്കര ഡ്രൈ സബ്ജക്റ്റാണ്. നിയമസഭയിൽ അത് അവതരിപ്പിക്കുമ്പോൾ അത് ചിലപ്പോൾ ആരും ശ്രദ്ധിച്ചെന്ന് വരില്ല. ഞാൻ ആദ്യമായിട്ടുള്ള സമയത്താണ്. അപ്പോൾ ഞാൻ അന്ന് മിൽമയുടെ ഒരു ഡയറക്ടറെ വിളിച്ച് സംസാരിച്ചു, അന്നുള്ള കാര്യങ്ങൾ സംസാരിച്ചു. അതിനുശേഷം ഈ മിൽമ സൊസൈറ്റികളുടെ 2-3 പ്രസിഡന്റുമാരുമായിട്ട് സംസാരിച്ചു, മിൽമയുടെ ചെയർമാനുമായിട്ട് സംസാരിച്ചു. ഇതെല്ലാം കഴിഞ്ഞ് എൻ്റെ വീടിനടുത്ത് ഈ പശുവിനെ വളർത്തി ജീവിക്കുന്ന സാധാരണക്കാരിയായ ഒരു സ്ത്രീയുണ്ട്. അവരോട് ഞാൻ ഫോണിൽ സംസാരിച്ചു. അപ്പോൾ അവർ കുറേ കാര്യങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞു. ഇതെല്ലാം കൂടിയിട്ടാണ് ക്ഷീര കർഷക ക്ഷേമനിധി ബില്ലിനെ കുറിച്ച് സംസാരിച്ചത്. അപ്പോൾ ഇത്രയും ഒരു ബാക്കപ്പ്, നമുക്ക് ഇത്രയും ഒരു റിസർച്ച് ചെയ്യുന്നത് പോലെ നമ്മൾ ശ്രമിച്ച് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ആ ബില്ല് മാത്രമല്ല, ക്ഷീര കർഷകർ ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളെ നമുക്ക് സമഗ്രമായി നമുക്ക് അവതരിപ്പിക്കാൻ പറ്റും. ഞാൻ പണ്ട് ആദ്യമായിട്ട് നിയമസഭയിൽ ഉള്ള കാലത്താണ് ഒരു പാടത്തൂടി പോകുമ്പോൾ ഒരു കർഷക തൊഴിലാളി സ്ത്രീ ഓടി എൻ്റെ അടുത്ത് വന്നു. സുഖമാണെന്നൊക്കെ ചോദിച്ച്, വർത്താനം എന്നൊക്കെ ചോദിച്ചു പറഞ്ഞ്, ഞാൻ ചോദിച്ചു പെൻഷനൊക്കെ കിട്ടല്ലേ? അപ്പോൾ എന്നോട് ഒരു പെൻഷനൊന്നും കിട്ടണല്ലോ മോനെ. ഞാൻ ചോദിച്ചു എന്താ? അപ്പോൾ ഇവർ 40-45 വർഷം പാടത്ത് തൊഴിൽ ചെയ്ത സ്ത്രീയാണ്. അപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു, അതെന്താ കിട്ടാത്തത്? എനിക്ക് 2 ആമക്കളുണ്ട്, 2 ആമക്കളുള്ളതുകൊണ്ട് പെൻഷൻ കിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, ആമക്കളുള്ളതുകൊണ്ട് പെൻഷൻ കിട്ടില്ലേ? സത്യത്തിൽ ഞാൻ അന്നാ അറിയുന്നത് ആമക്കളുള്ളതുകൊണ്ട് പെൻഷൻ കൊടുക്കില്ല, ആമക്കളുള്ളവർക്ക് അന്ന്. അപ്പം അല്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ഉമ്മൻചാണ്ടിയാണ് മുഖ്യമന്ത്രി. ഞാൻ നിയമസഭയിൽ കൊണ്ടുവന്ന് ഈ വിഷയം
അവതരിപ്പിച്ചു. എന്നിട്ട് പറയും ഇതൊരു ഭയങ്കര ഡിസ്ക്രിമിനേഷനാണ്. അവർ 45 വർഷം പാടത്ത് ജോലി ചെയ്തതിനാണ് അവർക്ക് പെൻഷൻ കൊടുക്കുന്നത്. അവർക്ക് ആമക്കളുണ്ടായി പോയി എന്നുള്ളത് ഒരു കണ്ടീഷൻ വെച്ചിട്ട് അവർക്ക് പെൻഷൻ നിഷേധിക്കുന്നത് എന്തൊരു അനീതിയാണെന്ന്. അന്ന് ഗവൺമെൻറ് അത് പിൻവലിച്ചു. ഇപ്പോൾ ഇല്ല, ഇപ്പോൾ ആ കണ്ടീഷൻ ഇല്ല.